നൊയമ്പുകാലം 3-ാം വാരം ബുധൻ. തിരുവചനം: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുവചനം. യേശു ജീവിച്ചിരുന്ന നാളുകളിൽ ഓരോ യഹൂദനും എണ്ണിയാൽ തീരാത്ത നിയമങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. മോശയുടെ കൽപ്പനകൾ തോറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. 10 കൽപ്പനകൾ കൂടാതെയുള്ള മറ്റ് നിയമങ്ങൾ ശുദ്ധീകരണം, ഭക്ഷണം, വിവാഹം, കുടുംബം, സാമൂഹ്യനീതി, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്നു. ഇവ കൂടാതെ എഴുതപ്പെടാത്ത പാരമ്പര്യം എന്ന നിലയിൽ അനേകം നിയമങ്ങളും ജനം പാലിക്കണമായിരുന്നു. യേശുവിൻ്റെ പഠനങ്ങളിൽ നിയമം പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുമ്പോഴും നിയമം മനുഷ്യനു വേണ്ടിയാണെന്ന് അവിടുന്ന് വ്യക്തമാക്കി. നിയമത്തിന് അതീതമാണ് കരുണയും കരുതലും സ്നേഹവും. വേദനിക്കുന്നവരെ കണ്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയം അലിഞ്ഞു. അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തു. അതിനാൽ തന്നെയാണ് സാബത്ത് ദിവസം നിയമത്തിന് അതീതമായി കൈ ശോഷിച്ചവനെയും കൂനുള്ള സ്ത്രീയെയും സുഖപ്പെടുത്തി യേശു നമുക്ക് കരുണയുടെ മാതൃക നൽകിയത്.